എല്ലാവർക്കും നമസ്കാരം. ഞാൻ സനോജ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് മാവിൻ്റെ ചോട്ടിലാണ്. കാരണം മാവ് കണ്ടില്ലേ, ഒരു വലിയ മാവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നാട്ടുമാവ് പോലെയാണ്. ഇതിൻ്റെ പേര് മൈലാപ്പൂവൻ എന്നാണ്. അപ്പം ഏകദേശം മാങ്ങയുടെ സീസൺ കഴിയാൻ പോവാണ്. അപ്പം നമുക്കിനി മാങ്ങ കഴിക്കണം, മഴക്കാലത്ത് മാങ്ങാപ്പഴം കഴിക്കണം, അല്ലെ പിന്നെ മാങ്ങ കറി കഴിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു പരിപാടിയുണ്ട്. കുറേ കാലം ഇരിക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചപ്പം പറഞ്ഞത് ഉപ്പിലിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നമ്മളൊരു ജാറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം വരെ ഇരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിത് ട്രൈ ചെയ്യുവാണ്. അപ്പോൾ അതിന് ഒരുപാട് മാങ്ങ ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം അത് ഞാൻ പെറുക്കാൻ പോവാണ്. പെറുക്കിയതിന് ശേഷം നമ്മൾ ഇതൊരു ഭരണിയിലിടുന്നതാണ്. അപ്പോൾ അതെല്ലാം കാണാം. അങ്ങനെയുള്ളത് ഒരുപാട് ഞാൻ വീഡിയോസൊന്നും കണ്ടിട്ടില്ല. പിന്നെ പഴമക്കാർ പറഞ്ഞാണ് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഒന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യണം. അപ്പം മഴക്കാലത്തൊന്നൊരു ആഗ്രഹം വന്നാൽ മാങ്ങാക്കറിയൊക്കെ കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാലേ, അല്ലെങ്കിൽ ഉപ്പിലിട്ട മാങ്ങാപ്പഴം കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിക്കാമല്ലോ. അപ്പോൾ അതിനുള്ള ട്രൈ ചെയ്യുവാണ്. വേണ്ട, മാങ്ങാപ്പഴം ഇങ്ങനെ കിടക്കുകയാണ് വെറുതെ. കാരണം വെച്ചാൽ കുറേ ഇങ്ങനെ എന്താ പറയുക, വാടിപ്പഴുത്ത് വീണിട്ടുണ്ട്. ഇതുണ്ട്, ഇതെല്ലാം ഒരുപാട് കേടാണ്. ഇത് നല്ലതാണ്. ഒരുപാട് മണ്ണ് പറ്റിയിട്ടുണ്ട്. ചാക്കിലിടാം. ഇതൊക്കെ കൊള്ളാം. ഇതൊക്കെ കഴുകിയെടുക്കണം. ഇതുകൊണ്ട് ഒരുപാട് കേടായിപ്പോയി. കേടായിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴുക്കാതെ വീഴുന്ന മാങ്ങ, അതുകൊണ്ട് ആർക്കും വേണ്ട. ഒരുപാട് പേര് വന്ന് പെറുക്കുന്നതാണ്. ഇതൊക്കെ നല്ലതാണ്. ഇതിൻ്റെ അകത്ത് ഇത് ചള്ള്. വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു ഭരണിയുണ്ട്, പിന്നെ മാങ്ങയെല്ലാം നമ്മൾ തുടച്ച് എല്ലാം വൃത്തിയാക്കി, ഭരണി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളമുണ്ട്. അപ്പം തിളപ്പിച്ചാറിയ വെള്ളം ഇതിന് മുകളിൽ വരണം എന്നാണ് പറയുന്നത്. സാധാരണ പിന്നെ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുമാങ്ങ ഉപ്പിട്ടിട്ട് വെക്കും. ഒരു ലെയർ മാങ്ങ ഇടും, അതിൻ്റെ മുകളിൽ ഉപ്പ് പൊടി ഇടും, പിന്നെ അടുത്ത് ഇടും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം വെള്ളത്തിൽ എന്താ പറയുക, ചൂടാറിയ വെള്ളത്തിൽ ഇട്ടിട്ട് വെക്കുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അത് 1 വർഷം വരെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാങ്ങയ്ക്ക് ഇപ്പം വെള്ളം ഉണ്ടെങ്കിൽ അത് ഡ്രൈ ചെയ്യുക നല്ലതായിട്ട്. തുണിയിലിട്ടിട്ട് നല്ലൊരു തുണി എടുത്തിട്ട് കണ്ട് ഇതുപോലെ ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇടുവാണ്, ഭരണിക്കകത്തേക്ക്. നല്ല കഴുകിയ ഭരണിയിലേക്ക് നമ്മൾ ചതഞ്ഞ മാങ്ങ ഇടരുത് കേട്ടോ. ചതഞ്ഞ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ കേടാകാൻ ചാൻസ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് എല്ലാം നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ചില നന്നായിട്ട് ചതഞ്ഞു പോയുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരം വെച്ചതുകൊണ്ട് ചതഞ്ഞതുപോലെയായി. ഇത് ചതഞ്ഞല്ല, കൂഴപ്പഴം പോലെയായി. അതുകൊണ്ട് അതൊന്നും വെച്ച് കഴിഞ്ഞാൽ കേടാകാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ട്, ഇതൊന്നും കൊള്ളില്ല. അപ്പം നമ്മൾ അവസാനത്തെ ഇതിലെത്തി. നന്നായിട്ട് ഉപ്പ് ഒഴിക്കുകയാണ്. ഇപ്പം എത്ര വേണം ഒഴിക്കാം, ഇപ്പം എത്ര വേണം ഇടാം. നമ്മളൊരു 1/2 കിലോ അങ്ങ് ഇടുന്നുണ്ട്. 1 കിലോയുടെ പാക്കറ്റാണ്. അപ്പം ഇനി ലാസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിളച്ച വെള്ളം ആറിയത് ഇത് നല്ല തണുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതുണ്ട്, ഇങ്ങനെ പിന്നെ മുങ്ങിക്കിടക്കണം, മാങ്ങ മുങ്ങിക്കിടക്കണം. എന്നാൽ മാത്രമേ കേടാതിരിക്കുള്ളൂ, അല്ലെ പൂപ്പൽ പിടിക്കുന്നതാണ് പറഞ്ഞത്. നമുക്കിവിടെ ഒരു കൃഷി ഓഫീസർ പറഞ്ഞു തന്ന ഐഡിയ ആണ്. നമ്മളിവിടെ ചെയ്തിട്ടില്ല, അവരവിടെ ചെയ്യുന്ന പോലെ ഈ എറണാകുളം സൈഡിൽ. അപ്പോൾ നമ്മളതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. എന്തായാലും നമ്മളൊരു 5-8 മാസത്തിനുള്ളിൽ എടുക്കുന്നുണ്ട്. അപ്പം വീണ്ടും നിങ്ങളെ കാണിച്ചു തരാം. ഒന്നെങ്കിൽ ചീറ്റയോ അല്ലെങ്കിൽ ചീറ്റാതിരുത്തത്. അതുകൊണ്ട് നമ്മളേതായാലും നേരവോ പറയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇത് തുണി വെച്ച് ടൈറ്റ് ആക്കണം. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തുണി പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ടൈറ്റാക്കി കെട്ടണം. എന്നാൽ മാത്രമേ കാറ്റ് എയർ കയറരുത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. വെറുതെ മാങ്ങ കളയരുത്, നാട്ടുമാങ്ങയെല്ലാം കളയാൻ പാടില്ല. അപ്പം ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ചെയ്യുക. ഇനിയിപ്പം വെള്ളം ഒഴിച്ചില്ലേ തന്നെ, വെള്ളം ഒഴിക്കാതെ തന്നെ ഉപ്പിട്ടിട്ട് വെക്കാം. നന്നായിട്ട് തുടച്ചിട്ട് വേണം വയ്ക്കാൻ. അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്ന വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.